PSC മിററിലേക്ക് സ്വാഗതം. ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കുന്ന 2026 കേരള മന്ത്രിസഭയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കേരള മന്ത്രിസഭ രൂപീകരിച്ച തീയതി എന്നാണ്? 2026 മെയ് 18-നാണ് കേരള മന്ത്രിസഭ രൂപീകരിച്ചത്. ഇത് എത്രാമത്തെ നിയമസഭയാണ്? 16-ാം കേരള നിയമസഭയാണ്. അപ്പോൾ അത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ 2026-ലേത് 16-ാം കേരള നിയമസഭയാണ്. ഈ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരള ഗവർണർ. മുഖ്യമന്ത്രി VD സതീശൻ. ഈ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 20 ക്യാബിനറ്റ് മന്ത്രിമാരാണ് നമുക്കുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് നമുക്കുള്ളത്. അതിൽ 20 ക്യാബിനറ്റ് മന്ത്രിമാർ. VD സതീശൻ കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ്. പിന്നെ മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഓർത്തു വയ്ക്കണം. ഈ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ അഥവാ വടശ്ശേരി ദാമോദരൻ സതീശൻ നിർണായക വിജയം നേടി. 78,658 വോട്ടുകൾ നേടി 20,600 വോട്ടുകളുടെ ഗണ്യമായ ഭൂരിപക്ഷം നേടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ അദ്ദേഹം 2001 മുതൽ കേരള നിയമസഭയിൽ പറവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. മുമ്പ് 2021 മുതൽ 2026 വരെ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ചു. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരുന്നത് 2021 മുതൽ 2026 വരെയാണ്. നിയോജക മണ്ഡലം ഏതാണ്? പറവൂരാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആയതിനാൽ ഇനി പറന്ന് നടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്തു വയ്ക്കാം. പറവൂരാണ് നിയോജക മണ്ഡലം. 140 അംഗ നിയമസഭയിൽ സഖ്യം 102 സീറ്റുകൾ നേടുകയും CPI നേതൃത്വത്തിലുള്ള LDFന്റെ ദശാബ്ദകാലത്തെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കണം. 140 അംഗ നിയമസഭയിൽ സഖ്യം എത്ര സീറ്റുകളാണ് നേടിയത്? 102 സീറ്റുകളാണ് നേടിയത്. മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ നമുക്കൊരു കോഡിലൂടെ പഠിക്കാൻ ശ്രമിക്കാം. ധനകാര്യം. അപ്പോൾ ധനവുമായി ബന്ധപ്പെട്ട് നാഷണൽ സേവിങ്സ്, സ്റ്റോർ പർച്ചേസ്, വ്യാപാര നികുതി, ട്രഷറി, KSFE, KFC ഇത് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ നോക്കാം. അപ്പോൾ ധനകാര്യം, മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ധനമുണ്ട്. അത് നമുക്ക് ഓർക്കാം. അപ്പോൾ നാഷണൽ സേവിങ്സ്, ധനം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ക്യാഷൊക്കെ സേവ് ചെയ്യണമല്ലോ. അപ്പോൾ നാഷണൽ സേവിങ്സ്. സ്റ്റോർ പർച്ചേസ്, അപ്പോൾ ധനമുള്ളത് കൊണ്ടല്ലേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോർ പർച്ചേസ്. പിന്നെ വ്യാപാര നികുതി, ധനമുള്ളത് കൊണ്ട് നികുതി അടയ്ക്കണം. പിന്നെന്താണ്? ധനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ട്രഷറിയിൽ നമ്മൾ പണം കൊണ്ടിടുകയും ചെയ്യാം. പിന്നെന്താണ്? KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസും. KFC എന്താണ്? കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ്. അപ്പോൾ ഇതെല്ലാം ധനവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് അങ്ങനെ ഓർക്കാം. അടുത്തത് പൊതുഭരണം. അപ്പോൾ പൊതുവായിട്ടുള്ള ഭരണം ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണ്. അപ്പോൾ പൊതുഭരണം. തുറമുഖം, അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ നല്ല ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇരിക്കുന്ന ആളാണ്. അപ്പോൾ തുറമുഖം അദ്ദേഹത്തിൻ്റെ കൈകളിലാണ്. നിയമം, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് നിയമം. ഇനി ലോട്ടറി, മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചു എന്ന് നമുക്ക് കരുതാം. സ്റ്റേറ്റ് ഓഡിറ്റ്, അപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ ഓഡിറ്റ് ഒക്കെ ചെയ്യേണ്ടത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി. സയൻസ് ആൻഡ് ടെക്നോളജി, ഇലക്ഷൻ ഇതൊക്കെ എന്താണ്? മെയിനായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ കേരളത്തിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി, ഇലക്ഷൻ എന്നീ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. പിന്നെന്താണ്? പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ്, അപ്പോൾ കേരളത്തെക്കുറിച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ് ചെയ്യേണ്ടത്. പിന്നെ മലിനീകരണ നിയന്ത്രണം, നമ്മുടെ കേരളത്തെ മലിനമുക്തമാക്കുക എന്നത് ആരുടെ ചുമതലയായിരിക്കും? മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. ഇനി പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, അപ്പോൾ കേരളത്തിൽ അഡ്മിനിസ്ട്രേഷനിലൊക്കെ റീഫോംസ് ഒക്കെ കൊണ്ടുവരേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കാം. ഇനി ദുരന്ത നിവാരണം, കേരളം കടക്കണിയിലാണല്ലോ. അപ്പോൾ അത് നിവാരണം ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. ഇനി നിവാരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എയർപോർട്ടിലോ മെട്രോ റെയിലിലോ പോയി രക്ഷപ്പെടാം എന്നോർത്ത് വയ്ക്കാം. ഇനി എന്താണ്? PRD, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പത്രത്തിലൊക്കെ പ്രിന്റ് ചെയ്ത് വരുമെന്നും ഓർത്ത് വയ്ക്കാം. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പിന്നെ എന്താണ്? ന്യൂനപക്ഷ ക്ഷേമം. അപ്പം അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? VD സതീശൻ്റെ വകുപ്പുകളാണ് ധനകാര്യം, നാഷണൽ സേവിങ്സ്, സ്റ്റോർ പർച്ചേസ്, വ്യാപാര നികുതി, ട്രഷറി, KSFE, KFC. പിന്നെ പൊതുഭരണം, തുറമുഖം, നിയമം, ലോട്ടറി, സ്റ്റേറ്റ് ഓഡിറ്റ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, സയൻസ് ആൻഡ് ടെക്നോളജി, പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ്, മലിനീകരണ നിയന്ത്രണം, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, ഇലക്ഷൻ, ദുരന്ത നിവാരണം, എയർപോർട്ട്, മെട്രോ റെയിൽ, PRD, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ന്യൂനപക്ഷ ക്ഷേമം. രമേശ് ചെന്നിത്തല ആഭ്യന്തരം,
വിജിലൻസ്, കയർ വകുപ്പുകളുടെ മന്ത്രിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ വകുപ്പുകളാണ് വീട്, വിജിലൻസ്, ജയിലുകൾ, ഫയർ റെസ്ക്യൂ സേവനങ്ങൾ, കയർ. ഇനി അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമാണ് ഹരിപ്പാട്. ഇത് നമുക്ക് ചെറിയൊരു കോഡിലൂടെ പഠിച്ചു നോക്കാം. ആഭ്യന്തരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോലീസുമായൊക്കെ ബന്ധപ്പെട്ടതാണ് ആഭ്യന്തരം. അപ്പോൾ അത് ജയിലുകളും ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങളും ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിനുള്ളിലൊക്കെ വിജിലൻ്റ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. അപ്പോൾ വീട്ടിനുള്ളിലും വിജിലൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് വിജിലൻസും അതിൽ ഉൾപ്പെടുത്താം. ഇനി കയർ, നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറാതെ നോക്കണം. കയറിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തൊക്കെ പാടുണ്ടാകും എന്ന് ആലോചിക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർത്തു വയ്ക്കാം. ഹരിപ്പാട് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം. ആഭ്യന്തരം, വിജിലൻസ്, കയർ വകുപ്പുകളുടെ മന്ത്രിയാണ് രമേശ് ചെന്നിത്തല. വകുപ്പുകൾ ഏതൊക്കെയാണ്? വീട്, വിജിലൻസ്, ജയിലുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ, കയർ. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യ മന്ത്രിയാണ് സണ്ണി ജോസഫ്. അപ്പോൾ സണ്ണി ജോസഫിനെ എങ്ങനെ പഠിക്കാം? അപ്പോൾ സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പോൾ സൂര്യനിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. അപ്പോൾ പരിസ്ഥിതിയിലെ ഒരു പ്രധാന ഘടകമാണല്ലോ സൂര്യൻ. അപ്പോൾ സൂര്യൻ സണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. പരിസ്ഥിതി, വൈദ്യുതി. അപ്പോൾ പാർലമെന്ററിലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എന്ത് വേണം? വൈദ്യുതി വേണം. അപ്പോൾ നമുക്ക് അതും റിലേറ്റ് ചെയ്യാം. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യ മന്ത്രിയാണ് സണ്ണി ജോസഫ്. പിന്നെ സൺ എന്ന പേരാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നിയോജക മണ്ഡലം ഏതാണ്? പേരാവൂറാണ് നിയോജക മണ്ഡലം. അപ്പോൾ സണ്ണി ജോസഫിന്റെ പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണ്? വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, പിന്നെ അനർട്ട്. അനർട്ട് എന്താണ്? ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി ആണ്. അതും നമുക്ക് റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ സണ്ണി ജോസഫിന്റെ വകുപ്പുകളാണ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, അനർട്ട്. കെ മുരളീധരൻ ആരോഗ്യ കുടുംബക്ഷേമ ദേവസ്വം മന്ത്രിയാണ് കെ മുരളീധരൻ. അപ്പോൾ മുരളീധരൻ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മ വരുന്ന ആരെയാണ്? ശ്രീകൃഷ്ണനെയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ തൊഴുവാൻ നമ്മൾ കാവിലാണ് പോകുന്നത്. അപ്പോൾ നിയോജക മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവാണ് നിയോജക മണ്ഡലം. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും കുടുംബക്ഷേമത്തിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, തദ്ദേശീയ വൈദ്യശാസ്ത്രം, ആയുഷ്, മയക്കുമരുന്ന് നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷ, ദേവസ്വമാണ് മുരളീധരന്റെ വകുപ്പുകൾ. ഷിബു ബേബി ജോൺ വനം, വന്യജീവി, നൈപുണ്യ വികസനം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് ഷിബു ബേബി ജോൺ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തൊഴിലും പരിശീലനവും ഷിബു ബേബി ജോണിന്റെ വകുപ്പാണ്. അപ്പോൾ നമുക്ക് ബേബി ജോൺ, ബേബി എടുക്കാം. ബേബി എന്താണ്? കുട്ടിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോഴേ പരിശീലനം നൽകിയാൽ മാത്രമേ ഭാവിയിൽ തൊഴിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട്? വനത്തിലെ വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നൈപുണ്യ വികസനം, സ്കില്ല് നൽകുന്നത് എവിടെയാണ്? കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിലാണ് നൽകുന്നത്. അപ്പോൾ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി എന്ത് നൽകുന്നു? സ്കിൽ ഉണ്ടാവാൻ വേണ്ടി കശുവണ്ടിയാണ് നൽകുന്നത്. അത് അവർ എങ്ങനെയാണ് കഴിക്കുന്നത്? ചവച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ നിയോജക മണ്ഡലം ഏതാണ്? ചവറയാണ്. അങ്ങനെ ഓർക്കാം. അപ്പോൾ ഷിബു ബേബി ജോണിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ്, തൊഴിലും പരിശീലനവും, കശുവണ്ടി വ്യവസായം. മോൻസ് ജോസഫ് ജലവിഭവ മന്ത്രി, ഭവന മന്ത്രിയാണ് മോൻസ് ജോസഫ്. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ കമാൻഡ് ചെയ്യുന്നത് എന്താണ്? മോനെ ജലത്തിൽ കളിക്കരുത്, വെള്ളത്തിൽ കളിക്കരുത്. അപ്പം വെള്ളവുമായി ബന്ധപ്പെട്ടതെല്ലാം മോൻസ് ജോസഫിനാണ്. ജലസേചനം, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി, അമ്മ കമാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി. ഭൂഗർഭ ജല വികസനം, ജലവിതരണവും ശുചിത്വവും. എന്നിട്ട് എന്ത് ചെയ്യണം? വീട്ടിലിരുന്ന് കളിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പാർപ്പിട സൗകര്യം. അപ്പോൾ ഇതൊക്കെ ആരുടേതാണ്? മോൻസ് ജോസഫിൻ്റെതാണ്. ജലസേചനം, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി, ഭൂഗർഭ ജല വികസനം, ജലവിതരണവും ശുചിത്വവും, പാർപ്പിട സൗകര്യം. അപ്പോൾ നിയോജക മണ്ഡലം കടുത്തുരുത്തിയാണ്. ഓർത്തു വയ്ക്കണം. മോൻസ് ജോസഫിന്റെ നിയോജക മണ്ഡലം കടുത്തുരുത്തിയാണ്. അനൂപ് ജേക്കബ്. അനൂപ് ജേക്കബ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ മന്ത്രിയാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ മന്ത്രി ആരാണ്? അനൂപ് ജേക്കബ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? ഭക്ഷണം, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യങ്ങൾ, ലീഗൽ മെട്രോളജി. ആരുടേതാണ്? അനൂപ് ജേക്കബിൻ്റെതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമാണ് പിറവം. നിയോജക മണ്ഡലം പിറവമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വിവര സാങ്കേതിക വിദ്യയുടെ മന്ത്രിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി.
വ്യവസായ വിവര സാങ്കേതിക വിദ്യ മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ: പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്, ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റീവ്സ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി, വ്യവസായങ്ങളും വാണിജ്യവും, വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറിയും തുണിത്തരങ്ങളും. ആദ്യ സെക്ഷനാണ് PK കുഞ്ഞാലിക്കുട്ടിയുടേതാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം മലപ്പുറമാണ്. നിയോജക മണ്ഡലം മലപ്പുറമാണ്. CP ജോൺ, അദ്ദേഹം ഗതാഗത മന്ത്രിയാണ്. CP ജോൺ. CP ജോൺ ഗതാഗത മന്ത്രിയാണ്. വകുപ്പുകൾ ഏതൊക്കെയാണ്? റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം. റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം, ഇതൊക്കെ CP ജോണിന്റെ വകുപ്പുകളാണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം തിരുവനന്തപുരമാണ്. നിയോജക മണ്ഡലം തിരുവനന്തപുരമാണ്. AP അനിൽകുമാർ റവന്യൂ മന്ത്രിയാണ്. AP അനിൽകുമാർ റവന്യൂ മന്ത്രിയാണ്. AP അനിൽകുമാർ. വകുപ്പുകൾ ഏതൊക്കെയാണ്? ഭൂനികുതി, സർവേയും ഭൂരേഖകളും, ഭൂപരിഷ്കരണങ്ങൾ. ഭൂനികുതി, സർവേയും ഭൂരേഖകളും, ഭൂപരിഷ്കരണങ്ങൾ AP അനിൽകുമാറിന്റെ വകുപ്പുകളാണ്. ഈ നിയോജക മണ്ഡലം വണ്ടൂറാണ്. അപ്പം വണ്ടൂർ ആരുടെ നിയോജക മണ്ഡലമാണ്? AP അനിൽകുമാറിന്റെ നിയോജക മണ്ഡലമാണ് വണ്ടൂർ. ഭൂനികുതി, സർവേയും ഭൂരേഖകളും, ഭൂപരിഷ്കരണങ്ങൾ അദ്ദേഹത്തിന്റെ വകുപ്പുകളാണ്. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാണ്. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയാണ് N ഷംസുദ്ദീൻ. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം മണ്ണാർക്കാടാണ്. നിയോജക മണ്ഡലം മണ്ണാർക്കാടാണ്. വകുപ്പുകൾ: പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം. പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമം. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. റോജി M ജോൺ. പ്രവേശന പരീക്ഷ, നാഷണൽ കേഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള, അസാപ്പിന്റെ മന്ത്രിയുമാണ് റോജി M ജോൺ. ഇനി കൊളീജിയേറ്റ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, അതിൽ തന്നെ കൃഷി, വെറ്ററിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെയുള്ള സർവകലാശാലകളുടെ മേൽനോട്ടവും അദ്ദേഹത്തിനാണ്. ഓർക്കുക, നിയോജക മണ്ഡലം അങ്കമാലിയാണ്. നിയോജക മണ്ഡലം അങ്കമാലിയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? റോജി M ജോൺ ആണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരിക മന്ത്രിയാണ്. PC വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരിക മന്ത്രി. വകുപ്പുകൾ: ടൂറിസം, സംസ്കാരം, കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡിന്റെയൊക്കെ മന്ത്രി ആരാണ്? PC വിഷ്ണുനാഥ് ആണ്. ടൂറിസം, സംസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡിന്റെയൊക്കെ മന്ത്രി PC വിഷ്ണുനാഥ് ആണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമാണ് കുണ്ടറ. കുണ്ടറയാണ് നിയോജക മണ്ഡലം. ഓർത്തിരിക്കണം, PC വിഷ്ണുനാഥ് നിയോജക മണ്ഡലം കുണ്ടറയാണ്. വകുപ്പുകൾ ഏതൊക്കെയാണ്? ടൂറിസം, സംസ്കാരം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, കേരള സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ്. ബിന്ദു കൃഷ്ണ നിയോജക മണ്ഡലം കൊല്ലമാണ്. അപ്പോൾ ബിന്ദു കൃഷ്ണയുടെ നിയോജക മണ്ഡലം കൊല്ലമാണ്. വകുപ്പുകൾ ഏതൊക്കെയാണ്? തൊഴിൽ, ക്ഷീരവികസനം, വനിതാ ശിശു വികസനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് ബിന്ദു കൃഷ്ണ. അപ്പോൾ വകുപ്പുകൾ ഒന്നുകൂടി നോക്കാം. തൊഴിൽ, ക്ഷീരവികസനം, പാൽ സഹകരണ സംഘങ്ങൾ, സ്ത്രീ ശിശു വികസനം, മൃഗസംരക്ഷണം, കേരള വെറ്ററിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, പുനരധിവാസം, ഫാക്ടറികളും ബോയിലറുകളും, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകൾ, ലേബർ കോടതികൾ. ഇപ്പോൾ ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകൾ ഒന്നുകൂടി നോക്കാം. തൊഴിൽ, ക്ഷീരവികസനം, വനിതാ ശിശു വികസനം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് ബിന്ദു കൃഷ്ണ. നിയോജക മണ്ഡലം ഏതാണ്? കൊല്ലമാണ്. ഇനി M ലിജു എക്സൈസ് സഹകരണ മന്ത്രിയാണ്. M ലിജു എക്സൈസും സഹകരണ മന്ത്രി ആരാണ്? M ലിജു ആണ്. നിയോജക മണ്ഡലം കായംകുളമാണ്. M ലിജുവിന്റെ നിയോജക മണ്ഡലം ഏതാണ്? കായംകുളമാണ്. എക്സൈസും സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? M ലിജു ആണ്. KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. KM ഷാജി
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് KM ഷാജി. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം വെങ്ങരയാണ് നിയോജക മണ്ഡലം. വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ, നഗരാസൂത്രണം, ഗ്രാമവികസനം, പ്രാദേശിക വികസന അതോറിറ്റികൾ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കിലയുടെയൊക്കെ മേൽനോട്ടം ആർക്കാണ്? KM ഷാജിക്കാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് KM ഷാജി. PK ബഷീർ പൊതുമരാമത്ത് മന്ത്രിയാണ്. PK ബഷീർ പൊതുമരാമത്ത് മന്ത്രിയാണ്. PK ബഷീർ. PWD പൊതുമരാമത്ത് മന്ത്രി. ഈ നിയോജക മണ്ഡലം ഏറനാടാണ്. PK ബഷീറിന്റെ നിയോജക മണ്ഡലം ഏറനാട്. BE അബ്ദുൽ ഗഫൂർ നിയോജക മണ്ഡലം കളമശ്ശേരിയാണ്. ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? ഫിഷറീസ്, സാമൂഹിക നീതി മന്ത്രിയാണ് BE അബ്ദുൽ ഗഫൂർ. ഓർത്തു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷറീസ്, സാമൂഹിക നീതി മന്ത്രി ആരാണ്? BE അബ്ദുൽ ഗഫൂർ ആണ്. ഫിഷറീസ് വകുപ്പ് മന്ത്രിയും BE അബ്ദുൽ ഗഫൂർ ആണ്. അപ്പോൾ വകുപ്പുകൾ മത്സ്യബന്ധനം, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി, കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല. T സിദ്ദിഖ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം കൽപ്പറ്റയാണ്. സിദ്ദിഖിന്റെ നിയോജക മണ്ഡലം കൽപ്പറ്റയാണ്. കൃഷിമന്ത്രിയാണ് സിദ്ദിഖ്. വകുപ്പുകൾ കൃഷി, മണ്ണ് സർവേയും മണ്ണ് സംരക്ഷണവും, കേരള കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ. ഏതൊക്കെയാണ് വകുപ്പുകൾ? കൃഷി, മണ്ണ് സർവേയും മണ്ണ് സംരക്ഷണവും, കേരള കാർഷിക സർവകലാശാല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം ഏതാണ്? കൽപ്പറ്റയാണ്. KA തുളസി നിയോജക മണ്ഡലം കോങ്ങാടാണ് നിയോജക മണ്ഡലം. KA തുളസി കോങ്ങാടാണ് നിയോജക മണ്ഡലം. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമ മന്ത്രിയാണ് KA തുളസി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമ മന്ത്രി ആരാണ്? KA തുളസിയാണ്. പട്ടികജാതി വികസനം, പട്ടികവർഗ വികസനം, പിന്നോക്ക വിഭാഗ വികസനം. അഡ്വക്കേറ്റ് OJ ജനീഷ് കായികം, യുവജനകാര്യം, പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് OJ ജനീഷ്. കായിക മന്ത്രിയാണ് OJ ജനീഷ്. യുവജനകാര്യം, പുരാവസ്തു വകുപ്പ് മന്ത്രിയാണ് OJ ജനീഷ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം ഏതാണ്? കൊടുങ്ങല്ലൂരാണ്. വകുപ്പുകൾ ഒന്നുകൂടി നോക്കാം. യുവജനകാര്യങ്ങൾ, സ്പോർട്സ്, മൃഗശാലകൾ, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു ശാസ്ത്രം, ആർക്കൈവുകൾ. ഇതൊക്കെ ആർക്കാണ്? OJ ജനീഷാണ്. യുവജനകാര്യങ്ങൾ, സ്പോർട്സ്, മൃഗശാലകൾ, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു ശാസ്ത്രം, ആർക്കൈവുകൾ. അഡ്വക്കേറ്റ് OJ ജനീഷാണ്. നമ്മുടെ 20 ക്യാബിനറ്റ് മന്ത്രിമാരെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് കേരള ഗവർണറെ നോക്കാം. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് നമ്മുടെ കേരള ഗവർണർ. 2025 ജനുവരി മുതൽ കേരള ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരനാണ്. 2026 മാർച്ച് 12 അദ്ദേഹം തമിഴ്നാട് ഗവർണറായി അധിക ചുമതല ഏറ്റെടുത്തു. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിനൊക്കെ ചോദിക്കാം. 2026 മാർച്ച് 12 അദ്ദേഹം തമിഴ്നാട് ഗവർണറായിട്ട് അധിക ചുമതല ഏറ്റെടുത്തു. മുമ്പ് അദ്ദേഹം ബീഹാർ, ഹിമാചൽ പ്രദേശ് ഗവർണറായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി അംഗമായ അദ്ദേഹം 2 തവണ ഗോവ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2015 മുതൽ 2017 വരെ ഗോവ സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായും 2012 മുതൽ 2015 വരെ ഗോവ നിയമസഭയുടെ സ്പീക്കറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കണം. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 16ാം നിയമസഭയുടെ സ്പീക്കറാണ്, കേരള നിയമസഭയുടെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം കോട്ടയമാണ്. ഓർത്തു വയ്ക്കണം. ഈ 15ാമതായിരുന്നു ആരായിരുന്നു? AN ഷംസീർ ആയിരുന്നു. തലശ്ശേരി ആയിരുന്നു നിയോജക മണ്ഡലം. അപ്പോൾ 15ാമത് കേരള നിയമസഭയുടെ സ്പീക്കർ AN ഷംസീർ ആയിരുന്നു. തലശ്ശേരിയിലായിരുന്നു നിയോജക മണ്ഡലം. അപ്പോൾ 16ാമത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കോട്ടയമാണ് നിയോജക മണ്ഡലം. അടുത്തത് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ ആണ് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2021, 2026 മെയ് വരെ ചിറ്റയം ഗോപകുമാർ ആയിരുന്നു. അപ്പോൾ 2021, 2026 വരെ ആരായിരുന്നു? ചിറ്റയം ഗോപകുമാർ ആയിരുന്നു. ഇപ്പോൾ കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ.
ചീഫ് സെക്രട്ടറി ഓഫ് കേരള. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയ തിലകാണ് ചീഫ് സെക്രട്ടറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയ തിലകാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. SCRT ടോപ്പിക് വൈസ് ചാപ്റ്റേഴ്സ് പ്രത്യേക പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്